പാവപ്പെട്ട അമ്മപെങ്ങന്മാരുണ്ടായിരുന്നു. ഇന്ന് ടിപ്പു സുൽത്താനെ തീവ്രവാദിയാക്കുന്ന പലവന്മാരുടെയും അമ്മപെങ്ങന്മാർക്കെന്ന് നാണം മറയ്ക്കാൻ തുണി കൊടുത്തത് ടിപ്പു സുൽത്താനാ. ഇതൊക്കെ ഒരു ചരിത്രം അവിടെ ഇരിക്കട്ടെ. ഈ ചരിത്രങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും ഡൽഹി ജുമാ മസ്ജിദിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നാൽ അവിടെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളുടെ മുന്നിൽ പാവപ്പെട്ട കുറെ മുസ്ലിമീങ്ങൾ ഇരിക്കുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറെ പാവങ്ങൾ ഇരിക്കുക, തലയെ കെട്ടുകൊണ്ട് ജുബ്ബയും പൈജാമയും മുഷിഞ്ഞു നാറിയ വേഷവും വീഡിയും വലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഹോട്ടലിന്റെ മുമ്പിലുമുണ്ട്. ഒരാളോട് അന്വേഷിച്ചു, എന്തിനാ അവിടെ ഇരിക്കുന്നത്? അപ്പോഴാ പറഞ്ഞത്, അതെ, അക്ബറിന്റെയും ഹുമയൂണിന്റെയും ഷാജഹാന്റെയും ജഹാംഗീറിന്റെയും ഔറംഗസീബ് ആലംഗീരിയുടെയും ഒക്കെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഡൽഹിയുടെ തെരുവോരങ്ങളിൽ അവരുടെ അനുയായികളായ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഈ ഹോട്ടലിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, ആ ഹോട്ടലിലേക്ക് വന്ന് കഴിച്ചിട്ട് പോകുന്ന ആളുകൾ അവരുടെ പ്ലേറ്റിൽ ബാക്കി വെച്ചിരിക്കുന്ന ചെമ്മരിയാടിന്റെ ഇറച്ചി കഷണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ പരിപരുത്തതായ തന്തൂരി റൊട്ടിയുടെ ഒരു കാൽ കഷണം ഉണ്ടാകും. പ്ലേറ്റിലെടുക്കാൻ എടുത്തുകൊണ്ടുപോകുന്ന കൂലിപ്പണിക്കാരൻ പയ്യൻ അതിങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അഴുക്ക് ജാലകളിൽ പട്ടികൾ ഇറച്ചി കഷണത്തിന് വേണ്ടി കടിപിടികൂടുന്നത് പോലെ ഈ ഹോട്ടലിന്റെ മുന്നിലിരിക്കുന്നവർ കടിപിടികൂടും. ഒരു കഷണം റൊട്ടിക്ക് വേണ്ടിയിട്ട് വല്ലവനും കഴിച്ചിട്ട് ബാക്കി വെച്ച എച്ചിൽ തുണ്ടിന്റെ അംശമുള്ള ഇറച്ചി കഷണത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങൾക്ക് വിശപ്പിൽ നിന്ന് മോചനം നൽകേണ്ടെന്ന പണം ഉപയോഗിച്ച് സംവാദവും വാദപ്രതിവാദവും നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കുന്ന സംഘടനാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായി ചമഞ്ഞ് നടക്കുന്നവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നുപോകണ്ട. അതുകൊണ്ട് സാഹോദര്യം നമുക്കുണ്ടാകട്ടെ. ഈ സമൂഹം നേരിടുന്നതായ പ്രശ്നം സർവ്വതും നമ്മുടെ സഹോദരങ്ങളാണ്. സർവസ്വം നമ്മുടെ സഹോദരങ്ങളാ. അതേ, എന്റെ സഹോദരങ്ങളെ, വർഗീയവാദികളുടെ കൊലക്കത്തിക്കയായ ജൈനുലാബിദും നമ്മുടെ സഹോദരനാ, അബ്ദുൽ ശുക്കൂറും നമ്മുടെ സഹോദരനാ, സൈനുദ്ദീനും നമ്മുടെ സഹോദരനാ, ഷഫീഖും അഷ്കറും നമ്മുടെ സഹോദരങ്ങളാ, ബഹുമാനായ ചെമ്പരിക്ക കാളിയായ CM ഉസ്താദും നമ്മുടെ സഹോദരനാ. ഒരു പണ്ഡിത വരേണ്യനാ. അവിടെ സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയട്ടെ. എന്തുകൊണ്ട് പറ്റുന്നില്ല? സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു എന്താണെന്നറിയോ? നിൽക്കേണ്ടുന്ന പോലെ സാഹോദര്യത്തോടെ നിന്നാൽ ഒരു പള്ളി ഇവിടെ പൊളിക്കപ്പെടില്ല എന്നാ. ഒരു പള്ളിയും പൊളിക്കപ്പെടില്ല. ഖുർആനിന്റെ വാഗ്ദാനമാ. ജനങ്ങളെ, നിങ്ങളൊക്കെ ഒന്നു ചേർന്ന് നിന്ന് പ്രതിരോധിക്കേണ്ട രീതിയിൽ പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ ഒരു പള്ളിയുടെ പൊളിക്കപ്പെടില്ലായിരുന്നു. അവരി മസ്ജിദ് ആർക്കാ പ്രശ്നം? ഡിസംബർ 6 പോപ്പുലർ പരിപാടി നടത്തും, ഒരു പരിപാടി നടത്തും, ഒരു പരിപാടി നടത്തും. ബാക്കിയുള്ളവർക്കൊന്നും അടങ്ങിട്ട് പൊക്കോട്ടെ. അള്ളാന്റെ പള്ളിയല്ലേ, നമ്മുടെ പള്ളിയല്ലേ. സ്വന്തം പള്ളി കൂട്ടിയിട്ട് ആ വർഷങ്ങളോളം കേസെടുത്ത അള്ളാന്റെ പള്ളി 420 വർഷം ഇമാം ജമാഅത്തോടുകൂടി നിസ്കാരം നടന്ന ഇന്ത്യ രാജ്യം കണ്ട മതേതരവാദിയായ ചക്രവർത്തി മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ പണിഞ്ഞൊരു പള്ളി അതങ്ങട്ട് വീതം വെച്ചെടുത്താണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കാര്യമാണോ? എന്തേ പടച്ചവൻ പറഞ്ഞ സാഹോദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ലായിരുന്നു. നിരപരാധികളൊന്ന് ജയിലിൽ കിടക്കുകയല്ലേ. എന്തേ സാഹോദര്യം? എന്താ ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ എന്താ? തുമ്മി അൽഹംദുലില്ലാഹി റഹ്മക്കല്ലാ പറയാ, സലാം പറയാ, മരിച്ചാപ്പിൽ കാണുക, കഴിക്കാൻ വെച്ചാൽ പോവുക, അത്രയുള്ളൂ. അതാണ് ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം. അത് തന്നെ പോയില്ല. സലാം പറയാതെ പോയില്ല. അങ്ങോട്ട് സലാം പറഞ്ഞാലും വരവ് വെച്ചിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അത് സലാം മടക്കാനുള്ള ഒരു ഇതുപോലും ചുപ്പയ്ക്ക് ചില വെക്കം കൂടിയ ആളാണ്. ഞാനിപ്പോ ഒരാളോട് സലാം പറഞ്ഞ നടക്കുന്ന മുഖ്യതിയാണല്ലോ. തീരുള്ള കാസിമി ഉണ്ടോ, വലിയ പഠിച്ച സംഘമാണ്. ഫ്രണ്ടിന്റെ സ്റ്റേജിൽ വന്ന മുട്ടം തീവ്രവാദിയായി. അവിടെ സലാമിന് നോക്കല് തന്നെ പ്രശ്നമാണെന്നാ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തേ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിമിനുള്ള ബാധ്യത അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഏതാ? എന്ത് വന്നാലും സ്വഹീഹായ ഹദീസ് വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണം വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് സുന്നത്ത് ജമാഅത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമല്ലേ സഹീഹുൽ ബുഖാരി? ആ സഹീഹുൽ ബുഖാരിയിലെ സ്വഹീഹായ ഹദീസ്, അൽബാനി തപ്പിയൊന്നും ആരും പോകണ്ട, സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ